കലോത്സവ വേദികളിൽ ശക്തമായ വിഷയങ്ങൾ അവതരിപ്പിക്കുന്ന ലോകത്തിൻ്റെ കണ്ണാടിയാവുന്ന തരത്തിലുള്ള ധാരാളം മൈമുകളും നാടകങ്ങളും ഒക്കെ നമ്മൾ ഈ കലോത്സവ വേദികളിൽ കണ്ടിട്ടുണ്ട്. ആ മട്ടിലാണ് കലോത്സവ വേദിയിലേക്ക് ഇപ്പോൾ ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും കൊടിയ വംശഹത്യ ആ കുട്ടികൾ അവതരിപ്പിക്കാൻ ശ്രമിച്ചത്. അതിൽ ഈ കലോത്സവ മാനുവലിൻ്റെ കൃത്യം നൂല് പിടിച്ചുള്ള അവതരണമൊന്നും ആയിരിക്കില്ല അവിടെ നടന്നിട്ടുണ്ടാവുക. അങ്ങനെയല്ല നടക്കുന്നതെങ്കിൽ അവർക്ക് അതിനുള്ള സമ്മാനം കൊടുക്കാതിരിക്കുക എന്നതാണ് അവിടെ ചെയ്യാവുന്ന നടപടി. അല്ലാതെ അവിടെ കയറി അത് തടയുക എന്നതല്ല. ആ കലോത്സവ മാനുവലിൽ ഈ നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടി തടയാൻ എവിടെയെങ്കിലും പറയുന്നുണ്ടോ എന്നെനിക്കറിയില്ല. എന്തായാലും ഇതൊരു മത്സരമാണല്ലോ, ഒരു കലോത്സവമാണ്. ആ കലോത്സവത്തിൽ ആ മത്സരത്തിൽ അവർക്കുള്ള സമ്മാനം കൊടുക്കാതിരുന്നാൽ തീരുന്ന ഒരു പ്രശ്നമാണ് ഈ മട്ടിൽ വലുതാക്കിയത്. അതിന് പിന്നിൽ കേവലമായ ചില താല്പര്യങ്ങളും രാഷ്ട്രീയവും ഒക്കെ തന്നെയാണ് എന്ന കാര്യത്തിലൊന്നും ആർക്കും സംശയമൊന്നുമില്ല. ഇന്ന് ഇത് പരിപാടി നടക്കുമ്പോൾ അവിടെ BJPയുടെ പ്രതിഷേധമുണ്ടായിരുന്നു. മുഴുവൻ മാധ്യമപ്രവർത്തകരും ഈ അവിടെ പ്രതിഷേധവുമായി എത്തിയ നേതാക്കന്മാരോട് എന്തിനാണ് നിങ്ങൾ പ്രതിഷേധിക്കുന്നത് എന്ന് ചോദിച്ചു. അവർ പറഞ്ഞ ഉത്തരം എല്ലാം കേട്ടതിന് ശേഷം നിന്ന മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ദൃശ്യം സിനിമയിൽ മുരളി ഗോപി ചോദിച്ചതുപോലെ എനിക്ക് നിങ്ങളെ മനസ്സിലാവുന്നില്ല എന്ന മട്ടിൽ മാധ്യമപ്രവർത്തകർക്ക് നിൽക്കാനേ കഴിഞ്ഞുള്ളൂ എന്നുള്ളതാണ്. എന്തിനാണ് ഫലസ്തീൻ എന്ന് ഇവിടെ മുദ്രാവാക്യം വിളിച്ചത് എന്നതാണ് അവരാവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യം. അവിടെ ഫലസ്തീൻ മുദ്രാവാക്യം വിളികളുണ്ടായിരുന്നു. സ്വാഭാവികമായും വൈകാരികമായ ഒരു വിഷയം അവതരിപ്പിച്ചപ്പോൾ ആരെങ്കിലും അവിടെ ഈ വംശഹത്യ നേരിടുന്ന ഫലസ്തീന് ഒരു മുദ്രാവാക്യം വിളിച്ചാൽ അതെങ്ങനെയാണ് ഒരു പ്രശ്നമാവുക എന്ന് മനസ്സിലാവുന്നില്ല. ഈ രാജ്യമെമ്പാടും ഫലസ്തീൻ അനുകൂല മുദ്രാവാക്യം വിളികൾ മുഴങ്ങുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമായി നിൽക്കുന്നുണ്ട്. സ്വാഭാവികമായും BJP എന്തുകൊണ്ടോ BJPയുടെ താല്പര്യങ്ങൾ കൊണ്ടോ അവരൊരു സഖ്യകക്ഷിയായി ഇസ്രായേലിനെ കാണുന്നത് കൊണ്ടോ ഒക്കെ ചില സമീപനങ്ങൾ, അതായത് പരസ്യമായ പലസ്തീൻ അനുകൂല പ്രഖ്യാപനങ്ങളും പ്രസ്താവനകളും ഒന്നും നടത്തുന്നില്ല എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ ഇന്ത്യ നമ്മുടെ രാജ്യം, ഭാരതം, ഈ രാജ്യത്തിൻ്റെ നിലപാട് എന്താണ് എന്നത് ഏറ്റവും പരമപ്രധാനമായ സംഗതിയാണ്. അത് നമ്മൾ നോക്കിയാൽ തീർച്ചയായും ഈ പറയുന്ന പലസ്തീൻ എന്ന രാഷ്ട്രത്തെ അംഗീകരിച്ചിട്ടുള്ള രാജ്യമാണ് ഇന്ത്യ. പലസ്തീന് അനുകൂലമായി വോട്ട് ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ. പലസ്തീൻ അനുകൂലമായ സമീപനം എത്രയോ കാലങ്ങളായി സ്വീകരിച്ചിട്ടുള്ള രാജ്യമാണ് ഇന്ത്യ. ആ കാര്യങ്ങളിലൊന്നും എന്തെങ്കിലും ഒരു മാറ്റം ഈ ഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇവരെല്ലാവരും ഓർക്കേണ്ടത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. നയതന്ത്ര പിന്തുണയും UN-ലെ വോട്ടിങ്ങും മാനുഷിക സഹായവും രാഷ്ട്രീയ പരിഹാരത്തിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങളും 2 രാഷ്ട്രം എന്നുള്ള സങ്കല്പത്തെയും എല്ലാം അതോടൊപ്പം അന്താരാഷ്ട്ര ഫോറങ്ങളിലെ പിന്തുണയും എല്ലാം ഇന്ത്യ ഫലസ്തീന് കൊടുക്കുന്നുണ്ട് എന്ന് അവിടെ പ്രതിഷേധിച്ചവർ ഓർക്കണമെന്ന് മാത്രമേ പറയാനുള്ളൂ.